നെവിൻ എന്താ പറയുക പുതിയൊരു പാറ്റേൺ ഓപ്പൺ ആക്കിയിട്ടു. ഭയങ്കര അൺഫെയർ ആണ്, അൺഎത്തിക്കലാണ്, പക്ഷെ ഭയങ്കര പ്രൊവോക്കിംഗ് ആണ്. ബിഗ് ബോസിന് തന്നെ എൻറ്റയർ ക്രൂവിന് ഇവൻ വെല്ലുവിളിയാ. അവരുടെ ഒരു നിയമവും പാലിക്കുന്നില്ല. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇപ്പൊ ഞങ്ങൾ ലാലേട്ടൻ വരുമ്പോ എങ്ങനെ അറിയോ, ഇങ്ങനെ നമുക്ക് ഇരിപ്പുറക്കില്ല. ലാലേട്ടൻ ശനി ഞായർ വരുമ്പോ നമ്മൾ ഇങ്ങനെ ഇരിക്കുക. ഇവൻ ഇങ്ങനെ ഇരുന്ന് അപ്പുറത്തുനിന്ന് ഫുഡൊക്കെ വാരി തിന്നിട്ട് ലാലേട്ടൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവൻ അങ്ങനെ ബോധേടേ അല്ല, അവന് ഒന്നിനെ കുറിച്ച് അവൻ ബോധേടല്ല. ബിഗ് ബോസിന്റെ എൻറ്റയർ സാധനത്തിന്റെ എതിരായിട്ടാണ് അവൻ ഉറങ്ങരുത് എന്ന് പറഞ്ഞാൽ അവൻ കിടന്നുറങ്ങും. അങ്ങനത്തെ ഒരു പ്ലെയർ. പിന്നെ പ്രൊവോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രൊവോക്കേഷൻ, അതായത് അങ്ങോട്ട് അഴിച്ചു വിട്ട മാതിരി പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് ശരിക്കും അടുത്ത സീസണുകളിൽ ഇവനേക്കാൾ വലിയ വേർഷൻസ് നമുക്ക് കാണാം, കുറെ വേരിയന്റുകൾ വരും. പക്ഷെ അപ്പൊ ഇതുപോലത്തെ ഷോയ്ക്ക് ഇത്തരത്തിലുള്ള കണ്ടസ്റ്റന്റ് വേണം എന്നാണോ പറയുന്നത്? പിന്നെ അതിനെല്ലാം ആൾക്കാർ കാണാതിരിക്കുന്നത്. ഇവിടെ വില്ലന്മാരാരാ? നമ്മളാണ് വില്ലന്മാര്. ഇപ്പൊ ഞാൻ ഷോ കളിച്ചു വന്ന ഒരാളാ, എനിക്കും ഷോന്റെ അകത്ത് എന്നെ എന്തുകൊണ്ട് ആളുകൾ കുറ്റം പറഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോ നന്നായിട്ട് മനസ്സിലാവും. കാരണം എന്താ, എന്നെപ്പോലെ അവിടെ പോയിട്ട് നന്നാവാൻ പോയ ഒരുത്തൻ ആർക്കും കാണണ്ട. എനിക്കിപ്പോ സാബുവിനെ കണ്ട ഇറിറ്റേഷനാണ്, കഴിഞ്ഞ പോലെ ഇന്നെ കണ്ടപ്പോ നാട്ടുകാർക്ക് ഇറിറ്റേഷനാണ്. അത്രേ ഉള്ളൂ. ആളുകൾക്ക് എന്താ കാണണ്ടേ? തമ്മിലടി, കുനിറ്റ്, കുശുമ്പ്. മോസ്റ്റ് മെജോറിറ്റിക്ക്, ഞാൻ ബാക്കിയുള്ളവർ പറഞ്ഞില്ല, വലിയൊരു മെജോറിറ്റിക്ക് അതാ കാണണ്ടേ.